ക്രോസ് റൂട്ട്സ് ഓഫ് ഏർലി ക്രിസ്ത്യാനിറ്റി എന്നാണ് തുർക്കിയെ വിശേഷിപ്പിക്കുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹം തഴച്ചു വളർന്ന ആ ഒരു ഭൂമി, വിശുദ്ധ പൗലോസ് ലീഹായുടെ ജന്മഭൂമിയായിട്ടുള്ള ഭൂമി, ആദിമ സഭാപിതാക്കന്മാർ ധീരതയോടെ സുവിശേഷം പ്രഘോഷിച്ച ഭൂമി, ഒപ്പം തന്നെ വെളിപാടിൽ പരാമർശിച്ചിരിക്കുന്ന 7 സഭകൾ സ്ഥിതി ചെയ്തിരുന്ന ഭൂമി, വളരെ പ്രൗഢവും സമ്പന്നവുമായിട്ടുള്ള ക്രൈസ്തവ സഭകൾ ഉണ്ടായിരുന്ന ഒരു ഭൂമി. ഒരു കാലഘട്ടം വരെ വലിയ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായിരുന്ന തുർക്കി, ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സംഗമ ഭൂമിയായിട്ടുള്ള തുർക്കി. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ തുർക്കിക്ക്. നമ്മൾ തുർക്കിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ വിവിധ ഇടങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രൗഢഗംഭീരമായിട്ട് ഇരുന്ന കത്തീഡ്രൽ ദേവാലയങ്ങളുടെയും പള്ളികളുടെയും ക്രൈസ്തവ ചരിത്രത്തിന്റെ തുടുപ്പുകളുടെയും അവശേഷിപ്പുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തേക്ക് മാർപ്പാപ്പ നടത്തുന്ന സന്ദർശനത്തിന് ആത്മീയവും രാഷ്ട്രീയപരമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഉണ്ട്. അല്പസമയത്തിനകം ജോർജി ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം ഇപ്പോൾ അല്പസമയത്തിനകം പാപ്പ ഇപ്പോൾ തുർക്കിയുടെ മണ്ണിലേക്ക് കുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ വിമാനത്താവളത്തിലെല്ലാം സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപ്പായുടെ ഔദ്യോഗികമായ ആദ്യത്തെ അപ്പസ്തോലിക് ജേർണി തുർക്കിയിലേക്കാണ്. ആ തുർക്കിയിൽ അദ്ദേഹം ആദ്യമായി കാലുകുത്തുന്നതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അതിന്റെ ലൈവ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനും പാപ്പ ഇപ്പോൾ തുർക്കിയുടെ മണ്ണിൽ കാലുകുത്തും. അതിന്റെ പാപ്പ ഇപ്പോൾ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ തുടങ്ങുകയാണ്. പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് പോലെ പാപ്പായുടെ ആദ്യത്തെ അപ്പസ്തോലിക് ജേണി ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡിസംബർ 2-ാം തീയതി വരെയാണ് പാപ്പ ഈ മേഖലകളിൽ. നമുക്കറിയാം തുർക്കി കഴിഞ്ഞാൽ അതിനുശേഷം ലെബനോനിലേക്ക് അദ്ദേഹം പോകുന്നതാണ്. പാപ്പ ആയതിനു ശേഷം ആദ്യം ലോകത്തെ അഭിസംബോധന ചെയ്ത് പീസ് ബി വിത്ത് യു ഓൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാപ്പ അഭിസംബോധന ചെയ്തത്. ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി പാപ്പ ഈ മേഖലയിലേക്ക്, ഈ സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമികയിലേക്ക് ഇപ്പോൾ കാലുകുത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായിരുന്ന തുർക്കിയിൽ ഇപ്പോൾ പാപ്പ ലിയോ 14 പാപ്പ കാലുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള, അല്പം മുമ്പ് ജോർജി ജോസ് സൂചിപ്പിച്ചതുപോലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഭൂമികയാണ് തുർക്കിയുടെ ഭൂമി എന്ന് പറയുന്നത്. തുർക്കിയുടെ മണ്ണ് എന്ന് പറയുന്നത് ക്രൈസ്തവ ഈറ്റില്ലമായിരുന്ന തുർക്കിയായിരുന്നു. എന്താണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിന് ഇന്നും പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് തുർക്കി എന്ന് പറയുന്നത്. ആ പ്രദേശത്തേക്ക് പാപ്പ ലിയോ 14 പാപ്പ ആദ്യമായി കാലുകുത്തുമ്പോൾ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലിക് ജേണി അവിടേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും ആദ്യം സഭയുടെ ഐക്യത്തിന് വേണ്ടിയുള്ള നിക്കിയ സൂനകദോസ് നടന്ന ഒരു പ്രദേശമാണ് ഇത്. എന്ന് വെച്ചാൽ സഭയുടെ ഐക്യമാണ് പാപ്പ ഉയർത്തിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലിക ജേണി തന്നെ, ഈ യാത്ര തന്നെ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം, എല്ലാ സഭകളിലേക്കും കൊടുക്കുന്ന സന്ദേശം ഐക്യം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് പാപ്പ എല്ലാവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സഭകളും, എല്ലാ വ്യത്യസ്തമായ എല്ലാ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റുകൾക്കും അപ്പുറത്ത് എല്ലാ സഭകളും ഒന്നിച്ച് ചേർന്ന് നിൽക്കണം. ആധുനിക ലോകത്തിന്റെ സുവിശേഷവൽക്കരണത്തിന് ഇന്ന് അത്യാവശ്യമാണ് എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് വേണ്ടി പാപ്പ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ തുർക്കിയുടെ മണ്ണിലേക്ക് കാലുകുത്തുന്നത് വഴി എന്ന് വെച്ചാൽ ഓർക്കുക, സഭയുടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിച്ചു ചേർത്ത നിക്കിയ കൗൺസിൽ AD 325 വിളിച്ചു ചേർത്തത് കൃത്യമായിട്ടും ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ വേണ്ടി, ക്രിസ്തുവിന്റെ ആ ഒരു ദൈവത്വത്തെ ഏറ്റുപറയുവാൻ വേണ്ടി വിളിച്ചു ചേർത്ത ആ ഒരു കൗൺസിൽ അതിന്റെ 1700ാമത്തെ വാർഷികത്തിൽ കൃത്യമായി ആ സ്ഥലത്ത് തന്നെ പാപ്പ തന്റെ ആദ്യത്തെ അപ്പസ്തോലിക് ജേണി ആരംഭിക്കുമ്പോൾ കൃത്യമായ മെസ്സേജാണ്. എല്ലാ അതിരുകൾക്കും അപ്പുറം, എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറം നമുക്ക് കൃത്യമായി ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് തന്നെയാണ് പാപ്പ ഇതിലൂടെ കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പായുടെ പ്രോമിസ് ആയിരുന്നു ലെബനോൻ സന്ദർശിക്കുക എന്നുള്ളത്. അതിന്റെ നിറവേറൽ കൂടിയായിരിക്കും പാപ്പ ലെബനോനിലേക്ക് പോകുമ്പോൾ സംഭവിക്കുക. എന്താണെങ്കിലും ഇവിടെ നിന്ന് അത്താതുർക്കിന്റെ അടക്കിയിരിക്കുന്ന, നമുക്കറിയാം ആധുനിക തുർക്കിയുടെ പിതാവാണ് അത്താതുർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്താതുർക്കിന്റെ ആ കുടീരത്തിലേക്ക് സന്ദർശിക്കാനായിരിക്കും കൃത്യമായിട്ടും പാപ്പ പോകുന്നത്. കാരണം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് തുർക്കിയുടെ ചരിത്രത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ സംബന്ധിച്ച് അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു സെക്കുലർ സ്റ്റേറ്റായി തുർക്കി മാറിയ ഒരു കാലഘട്ടമാണ്. അദ്ദേഹമാണത് രൂപകൽപ്പന ചെയ്തത് എന്നുള്ളൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കബറിടത്തിലേക്ക് കൂടി പാപ്പ സന്ദർശനം നടത്തുമ്പോൾ അത് കൃത്യമായ വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് എന്നുള്ള ഒരു പ്രാധാന്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം
തയ്യിബ് എർദോവൻ അടക്കമുള്ള തുർക്കിയുടെ നേതാക്കന്മാരുമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രാധാന്യം അറിയിക്കുന്ന നേതാക്കന്മാരും എല്ലാമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ചകൾ പാപ്പ നടത്തുന്ന അവിടെ വെച്ച് അതിനുശേഷം ഇസ്താംബൂളിലേക്ക് പോകും. അവിടെ വെച്ച് ഇപ്പോൾ നമ്മൾ ജോർജി ജോസ് സൂചിപ്പിച്ചതുപോലെ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂർ അവരുടെ എല്ലാം കേന്ദ്രങ്ങളിലേക്ക് അതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളിലേക്ക് പാപ്പ സന്ദർശനം നടക്കുന്നതായിരിക്കും. അങ്ങനെയാണ് പാപ്പായുടെ തുർക്കിയിലുള്ള സന്ദർശനത്തെ ഇപ്പോൾ നമുക്ക് ചാർട്ട് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും അവിടെ വെച്ച് തീർച്ചയായിട്ടും ഷെക്കന ന്യൂസുമായിട്ടും പാപ്പ കണ്ടുമുട്ടുന്നുണ്ട്. അതിന്റെ എല്ലാ വിശദാംശങ്ങൾ അല്പം സമയത്തിനും ജോർജ് ജോസ് നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. എന്താണെങ്കിലും പാപ്പ തുർക്കിയുടെ മണ്ണിലേക്ക് ആദ്യത്തെ അപ്പസ്തോലിക് ജേണിയുമായിട്ട് കാലുകുത്തിയതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഷെക്കന ന്യൂസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്.